യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഈ നല്ല ദിവസം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, മാർച്ച് മാസം 2-ാം തീയതി. ഈ മാസം നോമ്പ് കാലം 50 നോമ്പ് ആരംഭിക്കുന്ന സമയമാണ്. മാർച്ച് മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഉപവാസത്തോടെ നിയോഗ പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിക്കുന്നു. 50 നോമ്പിൻ്റെ കാലത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസമിരുന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി 10 ദിവസം ഉപവാസമെടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നിയോഗത്തെ ദൈവകരങ്ങളിൽ എടുത്ത് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവവചനം എല്ലാ ദിവസവും കേൾക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ വിസ്മരിക്കാനാവില്ല. കാരണം അത് ദൈവവചനത്തിലൂടെ കിട്ടുന്ന വിലപ്പെട്ട നന്മകളാണ്. ഇപ്പോൾ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞായറാഴ്ച ദിവസമായിരുന്നിട്ട് പോലും തിരക്കുള്ള ഉത്തരവാദിത്തമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നിട്ടും സമയം കണ്ടെത്തി വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തരുകയാണ്, പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. ദൈവകരങ്ങളിൽ ആ കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. ഇന്നു മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്: കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന കുടുംബത്തിൽ, ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും അങ്ങയുടെ ആയുധങ്ങളേന്തിയ ദൂതന്മാരുടെ സംരക്ഷണം ഈ വചനം കേൾക്കുമ്പോൾ മുതൽ അവരിൽ ഏർപ്പെടുത്തണമേ. അങ്ങയുടെ ആയുധങ്ങളേന്തിയ ദൂതന്മാരുടെ വലിയ സംരക്ഷണം ഇപ്പോൾ ഉറപ്പിക്കണമേ. നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്നെടുക്കുകയാണ്. 19, 20, 21 വാക്യമാണ്. നിങ്ങളുടെ വചനം വായിക്കുമ്പോൾ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 19 മുതൽ വായിക്കാം. രാജ്യത്തിൻ്റെ വചനം കേട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ അപഹരിക്കുന്നു. അത്രയും മതി. ദൈവവചനം ഒരാളുടെ മനസ്സിലെത്തി അധിക നേരം അവിടെ നിൽക്കാൻ സമ്മതിക്കുകയില്ല. അത് അപഹരിച്ചു കൊണ്ടുപോകുന്നു. പിശാച്, ദുഷ്ടൻ അത് അപഹരിച്ചു കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ അകത്തിരുന്നാൽ എന്താ പ്രത്യേകത? അതൊരു മനുഷ്യന് തരുന്ന അനുഗ്രഹം അത്ഭുതമുള്ളതാണ്. അതുകൊണ്ടാണ് വചനം അകത്തു വീണ അന്നേരെ അത് അപഹരിച്ചുകൊണ്ട് പോകും, അന്നേരെ അത് മറക്കും. എഴുതി വെച്ചാലും അരമണിക്കൂർ കഴിയുമ്പോൾ എന്താ എഴുതിയെന്ന് ഓർക്കത്തില്ല, പെട്ടെന്ന് മറന്നു പോകുന്നു. അല്ലെ പെട്ടെന്ന് അതിനെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് മായിച്ച് ബാക്കി എല്ലാ കാര്യവും നമ്മൾ ഓർക്കും, ഈ വചനം മാത്രം മറന്നുപോകും. നോക്കൂ, ബൈബിൾ എഴുതിയിരിക്കുകയാണ്, വചനം, ആ വചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ദുഷ്ടൻ അത് അപഹരിക്കുന്നു, അതിനെ കട്ടോണ്ട് പോകുന്നു, ഇല്ലാതാക്കുന്നു. വചനം മറക്കാനാവാത്ത വിധം അത് ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ എന്ത് ഗുണമാണെന്ന് ഞാൻ ദൈവവചനത്തിൽ കണ്ടുപിടിച്ചു. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. എൻ്റെ മകനെ, എൻ്റെ വാക്ക് നിൻ്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. വെറുതെ ആണോ വചനം വീണപാടെ ദുഷ്ടൻ അപഹരിച്ചുകൊണ്ട് പോകുന്നേ? പെട്ടെന്ന് അത് കട്ടോണ്ട് പോവാന്ന് പറയും, അല്ലെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം എന്താ? അത് അവിടെ ഇരുന്നാൽ അത് നിൻ്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യം കൊണ്ടുവരും, അത് അനുഗ്രഹത്തെ കൊണ്ടുവരും, അത് ദീർഘായുസ്സിന് കാരണമാകും. അതൊക്കെ പിശാചിനറിയാം. അതുകൊണ്ടാണ് വചനം
വീണ ഉടനെ, അത് കേട്ട ഉടനെ പിശാചിനെ അപഹരിച്ചുകൊണ്ട് പോകും. ഇന്നു മുതൽ പ്രാർത്ഥിച്ച് കേൾക്കുന്ന വചനം ഒരു ദുഷ്ടശക്തിക്കും ഒരു അന്ധകാര സ്വാധീനത്തിനും അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ആ വചനത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിപ്പിക്കാൻ ഇടവരട്ടെ. ആ വാക്കാ ഉപയോഗിച്ചിരിക്കുന്ന സുഭാഷിതങ്ങൾ 4:10. മകനെ, എൻ്റെ വാക്ക് നിൻ്റെ ഹൃദയത്തിൽ പതിയട്ടെ, മറന്നുപോകാത്ത വിധത്തിൽ പതിയട്ടെ. അപ്പോൾ എപ്പോൾ ആ വചനം നിൻ്റെ ഹൃദയത്തിനകത്ത് പതിയുമ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. 12ാമത്തെ വാക്യം കൂടി ഞാൻ വേഗത്തിലൊന്ന് വായിക്കാം. നടക്കുമ്പോൾ നിൻ്റെ കാലിടറില്ല, ഓടുമ്പോൾ നീ വീഴുകയില്ല. ഇടറണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേര് ചുറ്റും നിൽപ്പുണ്ട്. പക്ഷെ വചനമാണോ നിൻ്റെ ഉള്ളിലുള്ളത്? ആ വചനമാണോ നിൻ്റെ കുടുംബത്തിലുള്ളത്? നടക്കുമ്പോൾ നിൻ്റെ കാലിടറില്ല, ഓടുമ്പോൾ നീ വീഴുകയില്ല. കാരണം നിൻ്റെ അകത്ത് പതിഞ്ഞിരിക്കുന്നൊരു വചനമുണ്ട്. ഓരോ ദിവസവും കേൾക്കുന്ന വചനം അത് നിൻ്റെ ഹൃദയത്തിൽ പതിയുമ്പോൾ നിനക്ക് ഒരാൾക്ക് വിശ്വസിക്കാൻ ആവുന്നതിലും അധികമുള്ള അനുഗ്രഹവും നന്മയുമാണ് അവരിൽ വരുന്നത്, ആ കുടുംബത്തിൽ വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദീർഘായുസിന് വരെ കാരണമാകുന്നതാ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ. ദുർമരണങ്ങൾ, ആപത്തനർത്ഥങ്ങൾ, അപകടങ്ങൾ സകലതും മാറിപ്പോകും. ദീർഘായുസോടെ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം തരും. അതുകൊണ്ടൊക്കെയാണ് പിശാച് പറയുന്നേ, പെട്ടെന്ന് ഈ വചനം വീണപാടെ ദുഷ്ടൻ അപഹരിച്ചുകൊണ്ട് പോകുന്നേ. സമ്മതിക്കരുത്, വിട്ടുകൊടുക്കരുത്. ദൈവവചനം കിട്ടുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല, അനേകരുടെ ഹൃദയത്തിൽ അതെത്തിക്കാൻ നിങ്ങളൊരു കാരണക്കാരാകണം. ദൈവവചനം കേൾക്കുമ്പം അത് അനേകരോട്, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ളവർ, കുടുംബ കൂട്ടായ്മയിലുള്ളവർ, നാട്ടിലുള്ളവർ, ദേശത്തുള്ളവർ, മിത്രങ്ങൾ, വിദൂര ദേശങ്ങളിലുള്ളവർ, നാട്ടിലുള്ളവർ, എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കാരണം എന്താ? അത് അവരുടെ ഹൃദയത്തിൽ പതിയുമ്പോൾ അതവർക്ക് ദീർഘായുസ് മാത്രമല്ല, നടക്കുമ്പോൾ കാലിടറില്ല, ഓടിയാൽ പോലും വീഴുകയില്ല. ഒത്തിരി ഗുണങ്ങളുണ്ട്, അനുഗ്രഹമുണ്ട്. ഇന്ന് ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തിക്ക്, ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് എല്ലാവർക്കും ദീർഘായുസ്സിനെ കൊടുക്കണമേ. അനുഗ്രഹമുള്ള ഒരു ജീവിതം കൊടുക്കണമേ. നടക്കുമ്പോൾ ഇവർ ഇടറരുത്, ഓടിയാൽ പോലും വീഴാനിടയാകരുത്. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ പതിയുന്ന വിധത്തിൽ ഒരനുഗ്രഹത്തെ പകരണമേ. ഒരു ദുഷ്ടനും അത് അപഹരിച്ചു കൊണ്ടുപോകാൻ കഴിയാതിരിക്കട്ടെ. ഈ വചനം ഇപ്പോൾ മുഴങ്ങുന്ന നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഓരോ മുറിയിലും ദൂതന്മാരുടെ സംരക്ഷണം ഏർപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം വന്ന് നിറയട്ടെ. ആ വീട്ടിൽ സമാധാനം നിറയട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ, ആ ശബ്ദം മുഴങ്ങുമ്പോൾ ആ വീട് മുഴുവൻ അനുഗ്രഹം കൊണ്ട് നിറയാൻ ഇടവരട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ആരും നശിച്ചുപോയി എന്നോ, പരാജയപ്പെട്ടുവെന്നോ, തകർന്നുവെന്നോ, വഴിതെറ്റിപ്പോയെന്നോ കേൾക്കുവാൻ ഇടയാകരുത്. ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണം, സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും കൊടുക്കണമേ. ഈ മാസം മുഴുവൻ വചനം കേൾക്കുവാനുള്ള ഭാഗ്യം കൊടുക്കണമേ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, എല്ലാത്തരം തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നല്ലൊരു ഞായറാഴ്ച, നല്ലൊരു പകൽ, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ല യാത്രകൾ ചെയ്യാനും, നല്ല ഭക്ഷണം കഴിക്കാനും, ഒരുമിച്ചായിരിക്കാനും എല്ലാ ഭാഗ്യവും ദൈവാനുഗ്രഹവും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നാളെയും 5:30 കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.